ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാസിൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പുതുതായിട്ട് ആടിനെ വാങ്ങാനിരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പുതുതായി ആടിനെ വാങ്ങിയ കർഷകർക്കും വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആടിന് കാൽസ്യക്കുറവ് വരുമ്പോൾ നാം ഏത് മരുന്നാണ് നൽകേണ്ടത്, അതുപോലെ തന്നെ മരുന്ന് എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ മരുന്ന് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് എന്ത്. ഇപ്പോൾ കാൽസ്യക്കുറവ് നമുക്ക് എങ്ങനെ ആടിൽ നിന്ന് മനസ്സിലാക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. ആടിൻ്റെ ശരീരം മെലിഞ്ഞ് തുടങ്ങും. എത്ര പുല്ല് തിന്നാലും അതുപോലെ തന്നെ കൈത്തീറ്റ നാം കൊടുത്തു കഴിഞ്ഞാലും ആടിൻ്റെ ശരീരം മെലിയും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളെന്താ ചെയ്യുക, കൂടുതലായിട്ട് തീറ്റ പുല്ല് കൊടുക്കും, അതുപോലെ തന്നെ കൈത്തീറ്റകൾ കൊടുക്കും. അതുപോലെ തന്നെ തീറ്റുന്ന സമയം നമ്മൾ കൂടുതലായിട്ട് തീറ്റും. അതുപോലെ തന്നെ വെള്ളം കൂടുതലായിട്ട് കൊടുക്കും. ഇതുകൊണ്ടൊന്നും ഒരുപക്ഷെ ആട് ശരീരഭാരം വെക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആട് കാൽസ്യം കുറഞ്ഞ് ആട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇപ്പോഴും കിടപ്പിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കാൽസ്യക്കുറവ് കൊണ്ടാണ്. അപ്പോൾ അതിന് കൊടുക്കേണ്ട മരുന്ന് നാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാം. എന്ത് കൊടുക്കണം, ആ മരുന്ന് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പിന്നെ കൂട്ടിലിട്ടൊക്കെ വളർത്തുന്ന ആളുകളുണ്ടാവും. ആട്ടിൻകുട്ടികളെ കൂട്ടിലിട്ട് ഇപ്പോൾ 3 മാസത്തോളമൊക്കെ കൂട്ടിലിട്ട് വളർത്തിയിട്ട് പിന്നെ പുറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ, ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ആട്ടിൻകുട്ടികളാണിത്. അവർക്കിപ്പോൾ 1 മാസം കഴിഞ്ഞ് 2ാമത്തെ മാസമാണിത്. അവർ പുല്ല് കടിക്കൽ തുടങ്ങി, പുല്ലൊക്കെ തിന്നൽ തുടങ്ങി. അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ആട്ടിൻ്റെ പാല് അവർ കുടിച്ചിട്ട് അവിടെ തന്നെ കിടക്കുന്ന അവസ്ഥയാവും. കൂടുതൽ പുല്ല് അവർക്ക് അവരുടെ ശരീരത്തിൽ എത്തുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് 1 മാസം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തള്ളാടിൻ്റെ ഒപ്പം തന്നെ കൂടെ വിടുക. അവർ എല്ലാ പുല്ലുകളും കടിച്ചു തുടങ്ങും. അതുപോലെ തന്നെ തള്ളാടിനും ആട്ടിൻകുട്ടികൾക്കും വിരമരുന്ന് കറക്റ്റ് സമയത്ത് കൊടുക്കുക. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആട് ശരീരം ഭാരം വെക്കുകയും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് ഓസോമിൻ, കാൽസ്യക്കുറവിനുള്ള മരുന്ന്. ഇത് ഇനി കൊടുക്കേണ്ട രീതി, എത്ര അളവ് എടുക്കണം എന്നതിനാണ്. അപ്പോൾ ഇത് തള്ളാടിനാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഇത് എടുക്കേണ്ട രീതി 30 മില്ലി സിറിഞ്ച് എടുത്തിട്ട് അതിൽ എടുക്കുക. അപ്പോൾ നിങ്ങളടുത്ത് എങ്ങനെയാണോ അളവിന് ഉള്ളത്, സിറിഞ്ചില്ലാത്തവരുണ്ടാവും, അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ കൊടുക്കേണ്ട രീതിയാണ് ഇനി കാണിക്കുന്നത്. ഞാൻ ഈ മരുന്ന് 5 ദിവസം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നല്ല റിസൾട്ടാണ്. നല്ല ശരീരമൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഭാരമൊക്കെ വെച്ചിട്ടുണ്ട്. കാണാം, ഇതുപോലെ അല്ലായിരുന്നു ഇതിൻ്റെ മുന്നേ, മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ. നല്ല റിസൾട്ടാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ആടിന് നാം ഈ മരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ആടുകളും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കട്ടെ. പുതുതായി ആട് കൃഷിയിലേക്ക് ഇനിയും ആളുകൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.